വെൽക്കം ടു ലക്കീസ് ബർത്ത്ഡേ പാർട്ടി. ബർത്ത്ഡേ പോയി രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് സുന്ദരനായ അമ്പലത്തിലേക്ക് പോയി. പക്ഷെ പോയിട്ട് വന്നപ്പോഴേക്കും ആള് നല്ല ഉറക്കമായി. ഞാൻ ഉറങ്ങിയെന്ന് പറഞ്ഞ ആളാണ് ദേ കൊണ്ട് കിടത്തിയപ്പോഴേക്കും ചാടി എണീറ്റ് ഞങ്ങളുടെ കൂടെ വന്ന് കളിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴേക്കും ആൾ മുണ്ടൊക്കെ എടുത്ത് കുട്ടപ്പനായി പിറന്നാൾ സദ്യയൊക്കെ ഉണ്ണാൻ വേണ്ടി റെഡിയായി. അങ്ങനെ കളിച്ചിരുന്ന സമയം പോയതൊന്നും അറിഞ്ഞില്ല. ഏകദേശം ടൈമായി വരുന്നുണ്ടായിരുന്നു ഫംഗ്ഷൻ വൈകിട്ട് 6 മണിക്കാണ്. അപ്പോൾ ഇപ്പോൾ ടൈം 4:45 അപ്പം ഓരോരുത്തരായിട്ട് റെഡിയാവുമെന്ന് വിചാരിച്ചു. സോ ഞാൻ പോയി റെഡി ആയിട്ട് വരാം. അങ്ങനെ ഞാൻ പോയി റെഡി ആയിട്ടൊക്കെ വന്നു. ബർത്ത്ഡേ ബോയും അച്ഛനും അമ്മയൊക്കെ ദേ റെഡി ആയിട്ട് അവിടെ നിൽപ്പുണ്ട്. ഹേ ബർത്ത്ഡേ ബോയ്, എന്റെ ബർത്ത്ഡേ ആണ് ഗയ്സ്. ഹായ്. ഒരു സിമ്പിൾ ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ചേട്ടൻ വരുമോ ഇല്ലേ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ടിക്കറ്റൊക്കെ ക്യാൻസലായി വരില്ല എന്നൊക്കെ വിചാരിച്ചു. പെട്ടെന്ന് ആളെത്തി. സോ എല്ലാം ഞങ്ങൾ തട്ടിക്കൂട്ടി തന്നെ പ്ലാൻ ചെയ്തതാണ്. ഇവിടെ ടെറസിൽ വെച്ചിട്ട് തന്നെയായിരുന്നു ഫംഗ്ഷൻ ആൻഡ് എല്ലാം ഞങ്ങളുടെ തന്നെ ഡെക്കറേഷനാണ്. സോ കേക്ക് മുറിക്കാൻ ടൈമായി ഗൈസ്. നമുക്കപ്പോൾ അങ്ങോട്ട് പോവാം. എവിടെ ഇതൊക്കെ എടുത്തോ? ഒരുപാട് നൈറ്റായി കഴിഞ്ഞാൽ പിന്നെ ആൾ ഇരിക്കത്തൊന്നുമില്ല. അവന് ഉറക്ക ക്ഷീണമൊക്കെ ഉണ്ടാവും. സോ ഞങ്ങളൊരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. Happy birthday to you. Happy birthday, happy birthday. പിന്നെ ഇന്ന് ലക്കിക്കുട്ടന് കുറേ ഗിഫ്റ്റ്സൊക്കെ കിട്ടി. സൈക്കിളും കാറും ഡ്രസ്സസും ഒക്കെ അങ്ങനെ ഒരുപാട് ഗിഫ്റ്റ്സൊക്കെ കിട്ടി. പിന്നെ ആളുടെ അപ്പ ഗൾഫിൽ നിന്ന് നല്ലൊരു ഗിഫ്റ്റ് ഹാമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആൾക്കാണെങ്കിൽ പിന്നെ ഈ കാറിൽ നിന്ന് ഇറങ്ങാനേ വയ്യ. അയ്യോ ടയേർഡ്. എന്റെ കൊച്ചു കളിക്കണ നോക്ക്. കോട്ടോ ആക്കിയിരുന്നു. അയ്യോ സോ ഫങ്ഷനൊക്കെ കഴിഞ്ഞു. അപ്പം എല്ലാം നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.